സന്ദീപിന്റേത് കേരളം ആഗ്രഹിക്കുന്ന വിധിയാകുമെന്ന് ഷാഫി പറമ്പിൽ MP. പാലക്കാടിന്റെ മണ്ണും രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പമായിരിക്കും. LDFിന് നല്ലത് ബൂമറാങ് ചിഹ്നമായിരുന്നുവെന്ന് സരിന്റെ സ്ഥാനാർത്ഥിത്വത്തെ പരിഹസിച്ച് ഷാഫി പറഞ്ഞു. പത്രപരസ്യം ഉൾപ്പെടെ എല്ലാ വിവാദങ്ങളും LDFിന് തിരിച്ചടിയായി. നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കും. നിയമസഭയ്ക്ക് അകത്തും പുറത്തും ഉറച്ച ശബ്ദമായി മാറാൻ രാഹുലിന് സാധിക്കുമെന്നും ഷാഫി പറമ്പിൽ കൂട്ടിച്ചേർത്തു. സന്ദീപ് വാര്യരുടെ പഴയ പ്രസ്താവനകൾ ഉയർത്തിക്കാട്ടി സിറാജിലും സുപ്രഭാതത്തിലും നൽകിയ പത്രപരസ്യത്തിനെതിരെ കഴിഞ്ഞ ദിവസവും ഷാഫി പറമ്പിൽ രംഗത്തെത്തിയിരുന്നു. CPIM പരസ്യങ്ങൾക്ക് സംഘപരിവാർ ഭാഷയാണെന്നും വർഗീയ ഭിന്നിപ്പിനാണ് CPIM ശ്രമിക്കുന്നതെന്നും ഷാഫി പറഞ്ഞു. കാഫിർ സ്ക്രീൻഷോട്ടിന്റെ ഗ്ലോറിഫൈഡ് വേർഷനാണ് LDFിന്റെ പുതിയ പത്രപരസ്യമെന്ന് ഷാഫി പറമ്പിൽ കൂട്ടിച്ചേർത്തു. AK ബാലൻ ക്രിസ്റ്റൽ ക്ലിയർ എന്ന് വിശേഷിപ്പിച്ചയാളാണ് സന്ദീപ് വാര്യർ. ക്രിസ്റ്റൽ ക്ലിയർ എന്ന് പറഞ്ഞയാളെ കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത്. CPIM ഇത്രയും അധപ്പതിക്കരുത്. അപകടകരമായ രാഷ്ട്രീയമാണ് CPIM കളിക്കുന്നത്. BJPയിൽ നിന്ന് ഒരാൾ പോയതിൽ CPIM എന്തിനാണ് ഇത്ര വിഷമിക്കുന്നത്? തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എങ്ങനെ ഇതിന് അനുമതി നൽകിയെന്നും ഷാഫി പറമ്പിൽ ചോദിച്ചു. സന്ദീപ് വാര്യരുടെ പഴയ പ്രസ്താവനകൾ ഉയർത്തിക്കാട്ടിയാണ് LDFിന്റെ പത്രപരസ്യം. സിറാജിലും സുപ്രഭാതത്തിലുമാണ് ഇത്തരത്തിൽ പരസ്യം നൽകിയിരിക്കുന്നത്. അതേസമയം പാർട്ടി മുഖപത്രമായ ദേശാഭിമാനിയിൽ ഈ പരസ്യം ഇല്ല എന്നതും ശ്രദ്ധേയമാണ്. കഴിഞ്ഞ ദിവസം പാലക്കാട്ടെ വിവാദ പത്രപരസ്യത്തിൽ CPIM പ്രതികരിച്ചിരുന്നു. മന്ത്രി MB രാജേഷ്, CPIM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു എന്നിവരാണ് പ്രതികരണവുമായി എത്തിയത്. ഷാഫി പറമ്പിൽ പച്ചക്കള്ളം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്ന് MB രാജേഷ് കുറ്റപ്പെടുത്തി. 4 പത്രങ്ങൾക്ക് പരസ്യം നൽകിയിട്ടുണ്ട്. മാതൃഭൂമിയിലും ഹിന്ദുവിലും പരസ്യം നൽകിയിരുന്നു. സിറാജ്, സുപ്രഭാതം പത്രങ്ങളിൽ മാത്രം പരസ്യം നൽകിയെന്നത് ഷാഫി പറയുന്നത് പച്ചക്കള്ളമെന്ന് MB രാജേഷ് പറഞ്ഞു. കുറഞ്ഞ നിരക്കിൽ കൊടുക്കാവുന്ന പത്രമായതുകൊണ്ടാണ് സുപ്രഭാതത്തിലും സിറാജിലും പരസ്യം കൊടുത്തതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. വടകരയിൽ ചക്ക വീണു മുയൽ ചത്തു എന്നു കരുതി പാലക്കാട് വന്ന് ചക്കയിടാൻ ശ്രമിക്കരുതെന്നും മന്ത്രി പറഞ്ഞു. സന്ദീപിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ പബ്ലിക് ഡൊമൈനിൽ ഉള്ളതാണ് വന്നിട്ടുള്ളത്. അന്ന് നോവാത്ത ഷാഫി പറമ്പിലിന് വോട്ടെടുപ്പിന്റെ തലേദിവസം നോവുന്നത് എന്തുകൊണ്ടാണെന്ന് എല്ലാവർക്കും മനസ്സിലാകുമെന്ന് MB രാജേഷ് പറഞ്ഞു. ഷാഫിയാണ് വർഗീയമായ ചേരിതിരിവ് ഉണ്ടാക്കുന്നതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാലക്കാട്ടുകാർ ഷാഫിയെ തിരിച്ചറിയുമെന്ന് MB രാജേഷ് പറഞ്ഞു. കൊട്ടിക്കലാശം കഴിഞ്ഞപ്പോൾ വിവാദമുണ്ടാക്കുമെന്ന് ഉറപ്പായിരുന്നുവെന്നും SDPI വോട്ട് വേണ്ട എന്ന് പറയാൻ ഷാഫി ഇതുവരെ തയ്യാറായിട്ടില്ല എന്നും ഷാഫിയെ പോലെ ഒരാൾക്കല്ലാതെ വേറൊരാൾക്കും പച്ചയായ വർഗീയത പറയാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പത്രപരസ്യത്തിന്റെ ഉള്ളടക്കത്തിൽ എന്താണ് തെറ്റെന്ന് EN സുരേഷ് ബാബു ചോദിച്ചു. അനുമതി വാങ്ങിയില്ല എന്നതാണോ വിവാദം? ചെറിയ സാങ്കേതിക കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി വിവാദം എന്ന് പറയുകയാണെന്ന് EN സുരേഷ് ബാബു പറഞ്ഞു. വളച്ചൊടിച്ച് എന്തെങ്കിലും പ്രചരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കേസ് കൊടുക്കട്ടെ എന്നും നിയമ നടപടി സ്വീകരിക്കട്ടെ എന്നും സുരേഷ് ബാബു പറഞ്ഞു. BJPയിൽ നിന്ന് കോൺഗ്രസിലേക്ക് എത്തിയ സന്ദീപ് വാര്യരുടെ തറവാട് RSSും നേതാവ് നരേന്ദ്രമോദിയുമാണെന്ന് CPIM നേതാവ് MB രാജേഷ് പറഞ്ഞു. അത് ശ്രദ്ധയിൽ വരാതിരിക്കാനാണ് പത്രപരസ്യ ആരോപണവുമായി വന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഞങ്ങൾ തെറ്റായി എന്തെങ്കിലും ചെയ്തെങ്കിൽ സന്ദീപിന് വേണ്ടി ഷാഫി കേസ് കൊടുക്കട്ടെ എന്നും അദ്ദേഹം പറയുന്നു. ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം.